മൂക്കിൻ്റെ ഷേപ്പ് സർജറി ചെയ്ത് മാറ്റാൻ പറ്റും? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. മൂക്കിൻ്റെ ഷേപ്പ് സർജറി ചെയ്ത് മാറ്റാൻ പറ്റും. അതിൻ്റെ പേരാണ് റൈനോപ്ലാസ്റ്റി. വളരെ കോമൺ ആയിട്ട് വിളിക്കുന്നത് നോസ് ജോബ്. നോസിന് പണിയെടുക്കുക, നോസ് ജോബ്. 2 മേജർ ഇൻഡിക്കേഷൻസ് ആണ് അതിനുള്ളത്. ഒന്ന്, നമുക്ക് ശ്വാസം കിട്ടാതെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ പാലൊക്കെ വളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വരുന്ന തന്നെ ഉള്ള പുറത്തുള്ള മൂക്കിൻ്റെ ഷേപ്പ് ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്ത് പാലം ശരിയാക്കിയതിന് ശേഷം നമുക്ക് മൂക്കിൻ്റെ പുറത്തത്തെ അപ്പിയറൻസ് ശരിയാക്കാൻ പറ്റും. പക്ഷേ പാലം ശരിയാക്കുന്നത് വേറെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് ശരിയാക്കാം. ഇനി അതല്ല എങ്കിൽ ഒരാൾക്ക് സ്വന്തം മൂക്കിനോട് താല്പര്യമില്ല എങ്കിൽ, ആ ഒരു ഷേപ്പിനോട് താല്പര്യമില്ല, ഇവിടെ ഒരു ബമ്പുണ്ട്, ചിലവർക്ക് ഇവിടെ കൂടുതൽ പൊങ്ങിയിരിക്കുന്നുണ്ടാവും, ചിലർക്ക് ടിപ്പ് താന്നിരിക്കുന്നുണ്ടാവും, ചിലർക്ക് വളഞ്ഞിരിക്കുന്നുണ്ടാവും, മൂക്ക് തിരിഞ്ഞിരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുണ്ട്. ആ ഷേപ്പ് മാറ്റണം, വേറൊരു ഷേപ്പിലേക്ക് മൂക്ക് കൊണ്ടുവരണം. എസ്പെഷ്യലി നമ്മൾ പറയുന്ന ഏഷ്യൻ പോപ്പുലേഷൻ ചെറിയ മൂക്കുള്ള ആൾക്കാർക്ക് വലിയ മൂക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. സെലിബ്രിറ്റീസ് അത് ചൂസ് ചെയ്യാൻ കാരണം ബിക്കോസ് ഓഫ് ദ കോസ്മെറ്റിക് ഇഫക്റ്റ്. മുഖത്തിൻ്റെ ഭംഗി കൂടുതൽ കൊടുക്കുന്നതിന് മൂക്കൊരു വലിയ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ. താങ്കൾ ENT സർജനായോണ്ടോ പറയുന്നത് മൂക്കാണോ മുഖത്തിന് ഏറ്റവും ഭംഗിയുണ്ട്? ഡെഫിനറ്റ്ലി മൂക്കാണ് ഏറ്റവും ഭംഗി.